പശ്ചിമേഷ്യയെ അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ തീഗോളമാക്കിക്കൊണ്ട് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീതിതവും അതുപോലെ അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. ലെബനനിലേക്ക് അന്താരാഷ്ട്ര നിയമങ്ങളും സമാധാന കരാറുകളും കാറ്റിൽ പറത്തി ഇസ്രായേൽ നടത്തിയ ക്രൂരമായ സൈനിക കടന്നുകയറ്റത്തിനും വ്യോമാക്രമണങ്ങൾക്കും ശക്തമായ തിരിച്ചടി എന്നോണമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്നും ഇസ്രായേലിലെ നെഞ്ചകം തകർക്കുന്ന രീതിയിലുള്ള പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ പ്രകോപനമില്ലാതെ അവിടുത്തെ സാധാരണ ജനങ്ങൾ സമാധാനപരമായി ജീവിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ ലെബനനിൽ കടന്നാക്രമണം നടത്തിയത്. ഇതിന് മറുപടിയായി ഇസ്രായേലിലെ ഏറ്റവും തന്ത്രപ്രധാനമായ റമാദ് ഡേവിഡ് വ്യോമത്താവളം അങ്ങനെ ഉൾപ്പെടെയുള്ള സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇറാന്റെ ഭാഗത്തുനിന്നുള്ള മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ബാലിസ്റ്റിക് മിസൈൽ മഴയാണ് പെയ്തിറങ്ങുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 8-ന് നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തലിന് ശേഷം ഇതാദ്യമായാണ് ഇത്രയും വിനാശകരമായ രീതിയിൽ ഇരു രാജ്യങ്ങളും പരസ്പരം നേരിട്ട് ആക്രമിക്കുന്നത്. ഈ കടുത്ത ആക്രമണത്തോടെ താൽക്കാലിക വെടിനിർത്തൽ കരാറുകൾ പൂർണ്ണമായും തകരുകയും പശ്ചിമേഷ്യൻ യുദ്ധം 100-ാം ദിവസത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇറാന്റെ ഈ അപ്രതീക്ഷിതവും അതിശക്തവുമായ മിസൈൽ വർഷത്തിൽ ഇസ്രായേൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിവിറച്ചിരിക്കുകയാണ്. രാജ്യം മുഴുവൻ സൈറണുകളും നിർത്താതെ മുഴുകിക്കൊണ്ടിരിക്കുന്ന അതീവ ഭീതിതജനകമായ അവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത്. വൻ നാശനഷ്ടങ്ങളാണ് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ വരുത്തി വച്ചിരിക്കുന്നത്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ഇസ്രായേലിലെ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടിയന്തിരമായി അടച്ചിട്ടിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങളോട് വീടുകളിൽ നിന്നും പുറത്തിറങ്ങാതെ സുരക്ഷിതരായി ഭൂഗർഭ ബങ്കറുകളിൽ ഒളിക്കാൻ അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇതിനെല്ലാം പുറമെ യുദ്ധത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് ഇസ്രായേലിലെ പ്രധാന ആശുപത്രികളെല്ലാം അടിയന്തിരമായി ഒഴിപ്പിക്കുകയും അവിടെ ഉണ്ടായിരുന്ന രോഗികളെയും കൊണ്ട് മെഡിക്കൽ സംഘം സുരക്ഷിതമായ ഭൂഗർഭ ബങ്കറുകളിലേക്ക് മാറുകയും ചെയ്യുന്ന ദയനീയമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ സുരക്ഷാ ഭീഷണികളുടെയും അതുപോലെ തന്നെ അടിയന്തര സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഗസയിലേക്കുള്ള പ്രധാന പാതകളായ റഫ ഇടനാഴിയും കരീമവും സലീം ഇടനാഴിയും ഇസ്രായേൽ പൂർണ്ണമായും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇത് മേഖലയെ കൂടുതൽ സങ്കീർണമായ ഒരു മാനുഷിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ഇറാന്റെ ഈ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി തന്നെ നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്യാബിനറ്റ് യോഗം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും ഇസ്രായേലിന്റെ സുരക്ഷാ കോട്ടകളെ തകർത്തടിയുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളിലും ചാനലുകളിലും പ്രവാസികളെയും മിഡിൽ ഈസ്റ്റിലെ നിലവിലെ അവസ്ഥയെയും പറ്റി വാർത്തകൾ പങ്കുവെക്കുമ്പോൾ യാതൊരുവിധ വിവരവുമില്ലാതെ പലരും വന്ന് കമന്റുകളിൽ പറഞ്ഞിരുന്നത് അവിടെ എല്ലാവരും സുഖമായി കഴിയുന്നുവെന്നും യുദ്ധഭീതിയൊന്നും ഇല്ലേ ഇല്ല എന്നുമായിരുന്നു. ഇറാൻ സാമ്പത്തികമായും സൈനികമായും തളർന്നിരിക്കുകയാണെന്നും അമേരിക്കയ്ക്കും ഇസ്രായേലിന് മുന്നിൽ ഇറാനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞ് പരിഹസിച്ചവർക്കുള്ള കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ ഇസ്രായേൽ മണ്ണിൽ പതിക്കുന്ന ഇറാന്റെ മിസൈലുകൾ എന്ന് പറയുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെയോ അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന അമേരിക്കയോ പിടിച്ചു നിർത്താൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് വിശ്വസ്തരുടെ കണക്കുകൂട്ടലുകൾക്ക് തെറ്റുന്ന ഘട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ പക്കലുള്ള അത്യാധുനിക യുദ്ധതന്ത്രങ്ങളും ആയുധശേഖരവും വെച്ച് നോക്കുമ്പോൾ ഈ യുദ്ധത്തിൽ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ ഇറാനെ അടിച്ചമർത്താൻ കഴിയുന്നില്ല എന്നുള്ളതും പ്രകടമായി തന്നെ മനസ്സിലാകുന്നുമുണ്ട്. തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഉപരോധങ്ങളെയും ആക്രമണങ്ങളെയും പ്രതിരോധിക്കാനും ശത്രു രാജ്യങ്ങളിലെ കേന്ദ്രങ്ങളിലേക്ക് മാരകമായ പ്രത്യാക്രമണം നടത്താനുമല്ലാതെ ഈ യുദ്ധം ജയിക്കാനോ ഇറാനെ കീഴ്പ്പെടുത്താനോ ഈ ഒരു വൻ ശക്തിക്കും സാധ്യമല്ല എന്നുള്ളതാണ്. ഈ യുദ്ധത്തിൽ എന്തെങ്കിലും ഒരു അറുതിയോ അവസാനമോ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാന്റെ തീരുമാനപ്രകാരമായിരിക്കുമെന്ന് പലതവണ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തിയതുമാണ്. അത് കേവലം വാക്കുകൾ മാത്രമല്ല, മറിച്ച് യുദ്ധം ആരംഭിച്ച സമയം തൊട്ട് ഇറാൻ തങ്ങളുടെ സൈനിക കരുത്ത് വ്യക്തമാക്കിക്കൊണ്ട് തെളിയിക്കുന്ന യാഥാർത്ഥ്യം കൂടിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന സമാധാന കരാറുകൾക്കൊന്നും നിലവിലെ സാഹചര്യത്തിൽ യാതൊരുവിധ വിലയുമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ യാതൊരുവിധ വിലയും ഉണ്ടാകാത്ത രീതിയിലുള്ള സജ്ജമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സമാധാന ചർച്ചകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രായേലും ഇറാനും തമ്മിൽ ആക്രമണം തുടരുന്നത് അങ്ങനെ തന്നെ തുടരുകയാണ്. ഇതിനിടെ US നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇറാന്റെ തന്ത്രപ്രധാനമായ പെട്രോ കെമിക്കൽ പ്ലാന്റുകൾക്കും ഇന്ധന ഉൽപ്പാദന കേന്ദ്രങ്ങൾക്കും നേരെ വ്യോമാക്രമണം നടത്തിയത്. ടെഹ്റാനിലും അതുപോലെ തന്നെ ഇസ്ഫഹാനിലും ഇസ്രായേൽ നടത്തിയ ഈ നീക്കം US ഇറാൻ സമാധാന ശ്രമങ്ങളെ പൂർണ്ണമായും അനിശ്ചിതത്തിലേക്ക് മാറ്റിയിരിക്കുക കൂടിയാണ്. ട്രംപ് ഇതിനോടകം തന്നെ നെതന്യാഹുവിനോട് പറഞ്ഞിരുന്ന വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. അതായത് അമേരിക്ക പറയുന്ന പരിധികൾക്കെല്ലാം അപ്പുറം കടന്ന് നെതന്യാഹു സ്വന്തം നിലയിലേക്ക് സൈനിക നീക്കങ്ങൾ നടത്തിയാൽ അത് വലിയ ദോഷം ചെയ്യുമെന്നും അമേരിക്ക പറയുന്ന സമാധാന പത്രം മാത്രം കേട്ട് നിന്നാൽ മതി എന്നായിരുന്നു ആ മുന്നറിയിപ്പ്. എന്നാൽ ഇത്തരം ഉപദേശങ്ങൾക്കോ സമാധാന കരാറുകൾക്കോ നെതന്യാഹു യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഈ യുദ്ധത്തിൽ ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള ശക്തികൾ ഒരു പരിധിവരെ മാറി നിൽക്കാൻ ശ്രമിക്കുമ്പോഴും നെതന്യാഹു യുദ്ധം കൂടുതൽ കടുപ്പിക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം നെതന്യാഹുവിനെ സംബന്ധിച്ച് ഈ യുദ്ധം നീണ്ടുപോയാൽ മാത്രമേ അദ്ദേഹത്തിന് ഇസ്രായേലിന്റെ ഭരണക്കസേരയിൽ തുടരാൻ സാധിക്കുകയുള്ളൂ. യുദ്ധം അവസാനിച്ചാൽ അദ്ദേഹത്തിനെതിരെയുള്ള നിരവധി അഴിമതി ക്രിമിനൽ കേസുകളിൽ വിചാരണ നേരിടേണ്ടി വരികയും അദ്ദേഹം നേരെ ജയിലഴിക്കുള്ളിലേക്ക് പോകേണ്ടി വരികയും സാഹചര്യവും ഉണ്ടാകും. ഈ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് പുറത്താണ് നെതന്യാഹു ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത്. യാതൊരു പ്രകോപനമില്ലാതെ സ്വന്തം വഴിക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരു സ്വന്തം രാജ്യത്തിന്റെ എണ്ണപ്പാടങ്ങളും സമ്പദ് വ്യവസ്ഥയും അവിടുത്തെ ഭരണവും കീഴടക്കുക എന്നുള്ള സാമ്രാജ്യത്വ ലക്ഷ്യത്തോടെയാണ് അമേരിക്കയും ഇസ്രായേലും ഇറാന് നേരെ തിരിഞ്ഞത്.
പണ്ട് വെനസ്വേലയിൽ ചെന്ന് അവിടുത്തെ സമ്പത്ത് പിടിച്ചെടുത്തതുപോലെ ഇറാനെയും എളുപ്പത്തിൽ കീഴ്പ്പെടുത്താമെന്ന് കരുതിയ ട്രംപിനും നെതന്യാഹുവിനും ഇവിടെ വലിയ തെറ്റാണ് പറ്റിയിരിക്കുന്നത്. കാരണം ഇറാൻ എന്നാൽ വെറും ഒരു രാജ്യം മാത്രമല്ല, മറിച്ച് വർഷങ്ങളോളം യുദ്ധം ചെയ്യാനുള്ള ആയുധശേഷിയും ഭൂഗർഭ അറകളിൽ ഒളിപ്പിച്ചിരിക്കുന്ന അത്യാധുനിക മിസൈലുകളുമായുള്ള ശക്തമായ സൈനിക ശക്തി കൂടിയാണ്. ഇറാന്റെ പക്കൽ ഇനിയും പുറത്തെടുക്കാത്ത, ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മാരകായുധങ്ങളും വൻ ശേഖരങ്ങളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തിനേറെ പറയുന്നു, ഈ യുദ്ധത്തിൽ അമേരിക്കയുടെ ഏറ്റവും പ്രശസ്തവും അത്യാധുനികവുമായ താഡ് പാട്രിയറ്റ് പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് ഇറാന്റെ വെറും ഡമ്മി മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. തങ്ങളുടെ ഡമ്മി മിസൈലുകൾക്ക് പോലും അമേരിക്കൻ പ്രതിരോധത്തെ തീർക്കാൻ ശേഷിയുണ്ടെങ്കിൽ ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന യഥാർത്ഥ ആയുധങ്ങളുടെ കരുത്ത് എത്രത്തോളമായിരിക്കുമെന്ന് ഇറാനി കൃത്യമായി കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഭരണാധികാരികളോ നേതാക്കളോ കൊല്ലപ്പെട്ടാൽ പോലും തങ്ങളുടെ രാജ്യം വിദേശ ശക്തികൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കൂട്ടം ജനതയാണ് ഇറാനിലുള്ളത്. ഈ ജനതയുടെ ചെറുത്തുനിൽപ്പിന് മുന്നിൽ ഒടുവിൽ അടിയറവ് പറയേണ്ടി വരുമെന്ന് അമേരിക്കയും ഇസ്രായേലും തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. ഇത്ര യുദ്ധം കിടക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാവുന്നത് ഗൾഫ് മേഖലയും അവിടെയുള്ള ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി മലയാളികളുമാണ്. കേരളത്തിൽ നിന്നുള്ള ഭൂരിഭാഗം പ്രവാസികളും തങ്ങളുടെ കുടുംബം പുലർത്തുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തു കൂടിയാണ്. യുദ്ധം ഇനിയും കടുക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ തൊഴിൽ മേഖല പൂർണ്ണമായും തകരാൻ സാധ്യതയുമുണ്ട്. ഇതിനോടകം തന്നെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ഗൾഫ് മേഖലയുടെ സാമ്പത്തിക വ്യവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് വഴി നടന്നിരുന്ന എണ്ണ വിതരണം തടസ്സപ്പെട്ടത് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെയും ഇന്ധന ഇറക്കുമതിയെ ബാധിക്കുകയും ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സാധാരണ ജനങ്ങളുടെ നിത്യജീവിത ചെലവുകൾ കുത്തനെ കൂട്ടാൻ കാരണമായെന്ന് മാത്രമല്ല, യുദ്ധം പൂർണ്ണ തോതിലായാൽ നിരവധി പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെടുകയും പ്രവാസി കുട്ടികളുടെ പഠനം മുടങ്ങുകയും കുടുംബങ്ങളെ സുരക്ഷിതമായി നാട്ടിലേക്ക് എത്തിക്കേണ്ടി വരികയും ചെയ്യും. ഇത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള വലിയൊരു പ്രതിസന്ധിയായി മാറാൻ സാധ്യതയുണ്ട്. പലരും ഇറാൻ സാമ്പത്തികമായി വലിയ അടിത്തറയില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോഴും ഇറാൻ സാമ്പത്തിക ലാഭത്തെക്കാൾ കൂടുതൽ മുൻഗണന നൽകുന്നത് അധിനിവേശങ്ങൾക്കെതിരെയുള്ള തങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത ചെറുത്തുനിൽപ്പിനാണെന്നാണ് പറയുന്നത്. ഇനിയൊരു 10 വർഷം തുടർച്ചയായി യുദ്ധം ചെയ്യേണ്ടി വന്നാൽ പോലും പിന്മാറില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം വെറുമൊരു പൊള്ളയല്ലെന്ന് നിലവിലെ സാഹചര്യങ്ങളെല്ലാം തെളിയിക്കുന്നത് കൂടിയാണ്. നിലവിൽ മേഖല അതീവ ഗുരുതരാവസ്ഥയിലാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് പശ്ചിമേഷ്യയിൽ വൻ സൈനിക നീക്കങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശവുമായി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ഇറാനിലേക്കുള്ള എല്ലാ യാത്രകളും ഇന്ത്യൻ പൗരന്മാർ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിലവിൽ അവിടെയുള്ളവർ ലഭ്യമായ ഗതാഗത മാർഗങ്ങൾ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് രാജ്യം വിട്ട് സ്വന്തം രാജ്യമായ ഇന്ത്യയിലേക്ക് തിരികെ വരണമെന്നും എംബസി കർശനമായി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. സുരക്ഷിതത്വം മുൻനിർത്തി ഇന്ത്യക്കാർ എത്രയും വേഗം മടങ്ങണമെന്ന ഈ നിർദ്ദേശം അതീവ ഗൗരവമുള്ളത് കൂടിയാണ്. സംഘർഷം ആരംഭിച്ചതിന് ശേഷം എംബസി പുറപ്പെടുവിക്കുന്ന 8ാമത്തെ സുരക്ഷാ നിർദ്ദേശം കൂടിയാണിത്. ഇറാനിൽ തുടർന്നവർ ഇന്ത്യൻ എംബസിയുമായി നിരന്തരം സമ്പർക്കം പുലർത്തണമെന്നും സുരക്ഷിത സ്ഥാനങ്ങളിൽ തന്നെ തുടരണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. സമാധാനം എന്നത് പശ്ചിമേഷ്യയിൽ നിന്നും വളരെ അകലെയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് നെതന്യാഹുവിന്റെ അധികാരവാശിയും ഇറാന്റെ ശക്തമായ പ്രത്യാക്രമണവും ഈ യുദ്ധത്തെ ഒരു വലിയ നാശത്തിലേക്കാണ് നയിക്കുന്നത്. ഇറാൻ തങ്ങളുടെ എല്ലാ കണക്കുകളും തീർത്ത് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ പശ്ചിമേഷ്യൻ മേഖലയും അവിടുത്തെ സാധാരണ ജനങ്ങളും പ്രവാസികളും വലിയ ഭീതിയിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല.